ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. സബ്സ്ക്രൈബേഴ്സ് റെഫറൻസ് പിക്ക് ഇട്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത്. ആക്ട്രസ് രശ്മികയുടെ ഡ്രസ്സായിരുന്നു റെഫറൻസ് പിക്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ ആണ്. ഇതൊരു സാരിയാണ്. പിന്നെ ആ ഡ്രസ്സിന്റെ താഴെയായിട്ട് ഒരു ബോർഡർ വരുന്നുണ്ട്. അത് ഞാൻ വേറൊരു സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആണ് ആ ഒരു കസവ് കൊടുക്കുന്നത്. കുറച്ച് പഴയ ഒരു സാരിയാണ്, അപ്പോൾ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈനിങ് ആയിട്ട് ഞാൻ കട്ട് പീസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ചെയ്യുന്നത് 3 മീറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ ക്ലോത്ത് എടുക്കുമ്പോൾ 3 മീറ്റർ എടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടി പ്ലീറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മെറ്റീരിയൽ എടുത്താൽ മതി. ഞാനിവിടെ 3 മീറ്ററാണ് എടുക്കുന്നത്. ആദ്യം ഈ സാരിയിൽ നിന്ന് ഞാൻ ഈ ഒരു 3 മീറ്റർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ ഒരു സാരിയുടെ കസവ് ഒട്ടും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മറ്റേ സാരിയിൽ നിന്നുള്ള കസവ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സാരിയിൽ നിന്ന് 3 മീറ്റർ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിടാം. ഇതാ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തിടണം. പിന്നെ ഇതിന് എത്രത്തോളം ലെങ്ത് ഉണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കണം. എനിക്കിവിടെ ഈ സാരിക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന് താഴ്ഭാഗത്തു നിന്നാണ് യോക്കിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഇല്ലാത്തതാണെങ്കിൽ ആദ്യം യോക്കിനുള്ളത് മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു ബോട്ടം പാർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് നോക്കിയാൽ മതി, ഈ ബുക്കിൽ കാണിക്കുന്നത് നോക്കണ്ട. ഈ ഒരു ഡ്രസ്സിന്റെ ഫുൾ ലെങ്ത് വരുന്നത് 33 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് യോക്കിന്റെ ലെങ്ത് മൈനസ് ചെയ്യണം. ഈ 33 എന്റെ യോക്കിന്റെ ലെങ്ത് വരുന്നത് 13 ആണ്. അപ്പോൾ ഈ 13 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 20 നമ്മൾ ബോട്ടം പാർട്ടിലേക്ക് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ ബോട്ടം പാർട്ടിന്റെ ലെങ്ത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചിന്റെ കൂടെ നമ്മൾ അടിമടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും പിന്നെ മേളിൽ നമ്മുടെ യോക്കുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇടേണ്ടത്. അപ്പൊ 21.5 ഇഞ്ചാണ് നമ്മൾ ബോട്ടം പാർട്ടിലേക്ക് എടുത്തു കൊടുക്കേണ്ടത്. ഈ യോക്കിന്റെ ലെങ്ത് 13 ആണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് 14 ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനിവിടെ 21.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് രണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ലെങ്ത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ ഞാനിവിടെ ബോട്ടം പാർട്ടിലേക്കുള്ളത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പാർട്ടിലേക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇതിന് താഴെയായിട്ടൊരു കസവും കൂടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ടോപ്പ് പാർട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് വൈസ് കിട്ടുന്നില്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. ഞാൻ ടോപ്പ് പാർട്ടിലേക്ക് 4 പീസ് എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ലൈനിങ്ങും ഞാൻ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് വെക്കുന്നത്. എന്തായാലും ഇത് ബാക്കിയുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഓരോ ഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് 13 ഇഞ്ച് കറക്റ്റേ ഉള്ളൂ. 14 എടുത്തിട്ട് 13 നിൽക്കുന്ന പോലെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ 13 ഉള്ളൂ. പക്ഷെ സാരമില്ല, ഞാൻ 12 നിൽക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ യോക്ക് എത്രയാണോ അത് ആദ്യം ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 13 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മുടെ 1 ഇഞ്ച് നമ്മുടെ ലെങ്ത് വൈസ് കുറയും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുന്ന സമയത്ത് എത്രയാണോ കറക്റ്റ് യോക്കും ബോട്ടവും കറക്റ്റ് എടുത്താൽ മതി. ഇവിടെ തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തന്നെയാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ നെക്കിന്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ലെങ്ത്തും 3.5 ഫ്രണ്ടിന് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബോട്ട് നെക്ക് പോലെയാണ്. എനിക്ക് ബോട്ട് നെക്ക് ഞാൻ അത്രയ്ക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് ചെയ്യുന്നതാണ്. 3.5 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 3.5 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തും വരച്ചു കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബോട്ട് പോലെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കറക്റ്റ് റൗണ്ട് അല്ല, അവിടെ നിന്ന് ഇങ്ങനെ ചെറിയതായിട്ടൊന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഷോൾഡർ ഇവിടെ ഞാൻ 6.5 എടുക്കുന്നത്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 6.5 ഇവിടെ എടുക്കുന്നത്. പിന്നെ ആം ഹോൾ 6 എടുക്കുന്നത്. അത് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചെസ്റ്റ് വരുന്നത് 30 അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതിന് സീം അലവൻസ് ആയിട്ടുള്ള 1.5 പിന്നെ 1/2 ഇഞ്ച് ലൂസും കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 9.5 ഇഞ്ചാണ് വരുന്നത്. അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് റൗണ്ടും കൂടി അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം 31 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 31 ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന് 2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന 10 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. 3/4 കിട്ടുക. അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 10 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് അതാണ് ഇവിടെ എടുത്തു കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ബാക്ക് പാർട്ടും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബാക്കിലും സെയിം നെക്കിന്റെ ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സാരീൻ്റെ പീസ് തന്നെയാണ് ലൈനിങ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 4 എണ്ണം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ലൈനിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ 2 എണ്ണം മെയിൻ ക്ലോത്തും ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി
ഞാൻ ഇതിന് താഴത്തേക്ക് ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് പീസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ മുന്നേ മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയലുകളാണുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ലൈനിങ് പാർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സാരി അത്രയും നല്ലതല്ലാത്തതുകൊണ്ട് നല്ല ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിലും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് പീസുകളാണ് ഇതിനു വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൽ അത്യാവശ്യം നീളമുള്ളതൊക്കെ ഉണ്ട്, അതാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് അത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ കട്ട് പീസുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത് വൈസ് അത്യാവശ്യം ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ നെക്ക് അടിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നെക്കും ഷോൾഡറും നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുത്തി തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് കുത്തി തിരിച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. താഴെയും സൈഡും എല്ലാം ഒന്ന് ഫുള്ള് പതിച്ചടിച്ചു കൊടുക്കാം. ഫ്രണ്ടും ബാക്കും സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഫുള്ളൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബാക്കിൽ സിബൊന്നും വെക്കുന്നില്ല, നോർമലായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടം പാർട്ടുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിവിടെ ബോട്ടം പാർട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ പ്ലീറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൊത്തം മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. രണ്ട് ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈനിങ്ങും കൂടി ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് പീസ് വെച്ചിട്ട് ജോയിൻ എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ഞാൻ രണ്ടും ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോട്ടം പാർട്ട് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ടുള്ള ബോട്ടം പാർട്ടുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. രണ്ടും അങ്ങനെ തന്നെ ചെയ്തിട്ട് നമുക്ക് യോക്കിൻ്റെ താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ്ങും കൂടി ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുന്നുണ്ട്, വെള്ളയൊക്കെ തന്നെ എടുത്തുകൊണ്ട് അത് പുറത്തേക്ക് കുറച്ച് അറിയുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യോക്കിൻ്റെ അവിടെ 1/2 ഇഞ്ച് അളന്നിട്ടായിരിക്കണം താഴത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇത് രണ്ടും കൂടി ഒന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തപ്പോൾ അതിന് ചെറിയ പീസായിരുന്ന ക്രേപ്പൊക്കെ വെച്ചിട്ട് ഞാനൊരു തലയണ വരയിൽ ഫില്ല് ചെയ്തിട്ട് കൊടുത്തതാണ് പൂച്ചമ്മണി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു ഡ്രസ്സ് എന്തായാലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് യോക്കിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് അളന്നിട്ട് ഞാൻ ബോട്ടം പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഫ്രണ്ടും ബാക്കും ഞാൻ സെയിം പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല വശം രണ്ടും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിൽ രണ്ട് ഭാഗത്തും ഒരു 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതൊന്ന് ചെസ്റ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് എത്രയാണോ അതുപോലെ തന്നെ വേസ്റ്റ് എത്രയാണോ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അരയിലൊരു വള്ളിയും കൂടെ കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 2.5 ഇഞ്ചൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് വള്ളിയൊക്കെ അടിക്കുന്ന പോലെ അടിച്ചിട്ട് കുത്തി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കുത്തി തിരിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. നോർമൽ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇത്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇനി നമ്മുടെ ചെസ്റ്റും നമ്മുടെ വേസ്റ്റ് റൗണ്ടും എല്ലാം ഒന്ന് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വള്ളി ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അരേൻ്റെ അവിടെ ഉള്ളിലേക്കായിരിക്കണം ഈ വള്ളി വെക്കേണ്ടത്, തിരിഞ്ഞു പോകരുത്. ഉള്ളിലേക്ക് വള്ളി വരുന്ന രീതി വെച്ചിട്ട് നമുക്ക് ആ ഒരു അരയിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ യോക്കിൻ്റെ താഴെ ഒരു 1 ഇഞ്ചിലൊക്കെ താഴേക്ക് നിർത്തിയിട്ട് കെട്ടിട്ട് നിർത്താണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ താഴേക്ക് സെപ്പറേറ്റ് ആണ് അടിക്കുന്നത്. അപ്പോൾ അവിടെ ചുളിവൊന്നും വരില്ല, അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ ക്ലോത്ത് ഇങ്ങനെ ഒന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴെ കസവിനുള്ളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു സാരിയിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ വെച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ഈ ഒരു കസവ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോട്ടം പാർട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കസവും കൂടി അവിടെ വെച്ച് കൊടുക്കാം. ആദ്യം കസവിൻ്റെ താഴ്ഭാഗവും നമ്മുടെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗവും കൂടി ഫുള്ള് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിലെ ഭാഗവും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ബാക്കിൽ വെക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു കസവ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാനിവിടെ കസവൊക്കെ
ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ 2 പോക്കറ്റ് വെച്ച് കൊടുക്കണം. അത് ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിയും കൂടി ഒന്ന് മടക്കി അടിക്കണം കേട്ടോ, അത് നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് പോക്കറ്റ് കട്ട് ചെയ്യാം. ഒരു ചെറിയ കസവ് പോലെ മേളിൽ വരുന്ന പോക്കറ്റാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ആ പിക്കിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 8 ഇഞ്ച് ലെങ്ത്തും പിന്നെ 7.5 ഇഞ്ച് വിട്ടുമാണ് ഞാനിപ്പോൾ ഈ ഒരു 2 പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ 1/4 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്യണം, താഴെയും മേളിലും ചെയ്യണം. പിന്നെ ഈ ഇത്രയും വലിയ കസവ് വേണ്ട, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 3 സൈഡും ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു കസവ് ഇത്രയും കാണണ്ട, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ എന്നിട്ട് നമുക്ക് ഈ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടേ പോക്കറ്റിന് അതിനനുസരിച്ച് എടുക്കണം. എന്നിട്ട് ഈ പ്ലീറ്റ്സ് മാക്സിമം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചുളുങ്ങിയിരിക്കും. അപ്പം കംപ്ലീറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് 2 വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് കുത്തി വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്ക് വളർന്നിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുത്തിയിട്ട് വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഇത്തിരി വലിയ പോക്കറ്റായിട്ട് തോന്നി. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട്. 4 വശം ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മേളിലെ ആ ഒരു കസവും കൂടി ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് നമ്മുടെ 3 വശം ഒന്ന് ഫ്രോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഏകദേശം 4.25 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 6.25 ഇഞ്ചുമാണ് ഏകദേശം വന്നിട്ടുള്ള എൻ്റെ പോക്കറ്റിന്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ പ്ലീറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ഫുള്ള് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് നടുക്കൊരു പിന്ന് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെരിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പോക്കറ്റും ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 4 വശവും ഇതാ 3 വശവും ഞാനിവിടെ പോക്കറ്റിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതാ താഴെ കസവൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ 2 പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.